അവന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാനേ അവനുണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അവനൊരു അപകടം വന്നപ്പോൾ, ഒരു പ്രയാസം വന്നപ്പോൾ ഞാൻ മാത്രമേ അവനെ സഹായിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അവന് അതിൻ്റെ യാതൊരു ഓർമ്മയുമില്ല. അല്ലെങ്കിൽ അവന് ഇന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് ഞാനാണ്, ഇപ്പോൾ അവന് അതിനെപ്പറ്റി യാതൊരു ഓർമ്മയില്ല, തിരിച്ച് ആ ഒരു രൂപത്തിൽ പരിഗണന എനിക്ക് കിട്ടുന്നില്ല എന്ന രൂപത്തിലൊക്കെ പലപ്പോഴും പരാതിപ്പെടുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. നമ്മൾ ആ രൂപത്തിൽ പരാതിപ്പെടുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പരിശുദ്ധ ഖുർആനിലൊരു വചനമുണ്ട്. എന്താ സംഗതി എന്ന് വെച്ചാൽ, വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ ഇല്ല ബിത്തിആ വജ്ഹി റബ്ബിഹിൽ അഅല എന്നാണത്. അതായത് അവൻ്റെ കയ്യിൽ ഈ പരിശുദ്ധി നേടാനായി ധനം ചെലവഴിക്കുന്നവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ച ശേഷം അള്ളാഹ് പറയാണ്, അവൻ്റെ അടുക്കൽ ഒരു നന്മയുമില്ല, പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു നന്മയുമില്ല. അതായത് ആ വ്യക്തി ഒരു നന്മ ചെയ്യുമ്പോൾ ആ നന്മ കിട്ടുന്ന ആളിൽ നിന്നൊരു പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. അതിനുശേഷം പറയാണ് ഇല്ലപ്പത്തി ആ വജ്ഹി റബ്ബിഹിൽ ആലാണ്, അത്യുന്നതനായ എല്ലാം കാണുന്ന എല്ലാത്തിനും പ്രതിഫലം നൽകുന്ന പടച്ചതമ്പുരാൻ്റെ ആ വജ്ഹല്ലാതെ, ആ പ്രീതിയല്ലാതെ വേറൊന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല അത് ചെയ്യാന്ന്. മീൻസ് അത് മാത്രമേ അയാൾ ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മളൊരു കാര്യം കൊടുക്കുമ്പോൾ അത് നമ്മുടെ അക്കൗണ്ടിൽ, നമ്മുടെ ഈ ഹൃദയത്തിൻ്റെ ലിസ്റ്റിൽ അത് ഉണ്ടാവാൻ പാടില്ല. ഞാൻ അവന് ഇങ്ങനെ പ്രയാസം വന്നപ്പോൾ 10,000 കൊടുത്തിട്ടുണ്ട്, ഇയാൾക്ക് 5,000 കൊടുത്തിട്ടുണ്ട്, ഇന്ന ആൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെ കണക്കിലത് നമ്മൾ വെക്കാനേ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കണക്കിൽ അള്ളാഹു കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളെ കണക്കിൽ വെച്ച് അയാളിൽ നിന്ന് പ്രത്യുപകാരം പ്രതീക്ഷിക്കാൻ തുടങ്ങിയാൽ നാളെ പരലോകത്ത് കിട്ടുന്ന അതിനുള്ള അജ്റ് നമുക്ക് എന്തുണ്ടാവും, വളരെ വലിയ കുറവുണ്ടായിരിക്കും. ഒരു പക്ഷേ സ്വീകരിക്കപ്പെടാതെ പോവും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദുനിയാവിൽ അയാളിൽ നിന്ന് നമ്മളെ കണ്ടാൽ അയാളൊന്ന് കുനിഞ്ഞു നിൽക്കണമെന്നോ, അല്ലെങ്കിൽ നമ്മളെ കണ്ടാൽ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്ന് എല്ലായ്പ്പോഴും അങ്ങനെ പറയണമെന്നോ, ആ രൂപത്തിലുള്ള ഒരു പ്രത്യുപകാരം നമ്മൾ ദുനിയാവിൽ വെച്ച് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നാളെ ആഖിറത്തിൽ അതിനുള്ള കിട്ടില്ല, നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ കിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ കൊടുക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ട ഒരു മനസ്സെന്താ അറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1,00,000 രൂപ ഒരാളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എക്സ് എന്നൊരാളുടെ കയ്യിൽ 1,00,000 രൂപയുണ്ട്. നമ്മൾ ഒരു 5,000 രൂപ പ്രയാസപ്പെടുന്ന ഒരാൾക്ക് കൊടുത്താൽ, ഒരു അവിശ്വാസിയായ പരലോക വിശ്വാസം ഇല്ലാത്ത ഒരാൾ എന്തായിരിക്കും പ്രതീക്ഷിക്കുക, വിചാരിക്കുന്നുണ്ടാവുക? ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ബാക്കി 95,000 രൂപ ലാഭം, 5,000 രൂപ നഷ്ടം, 5,000 രൂപ പോയി എന്ന് ചോദിച്ചു. പക്ഷെ ഒരു വിശ്വാസിയുടെ ഒരു മനസ്സ്, ഒരു വിശ്വാസിയുടെ നിലപാട് തറയിൽ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് അതിൽ സംഭവിച്ചത്? ശരിക്കും ഈ 95,000 രൂപ അവൻ്റെ തിന്നാനും കുടിക്കാനും രസിക്കാനും കറങ്ങി നടക്കാനും വേണ്ടി നമ്മൾ സൂക്ഷിച്ചു വെച്ചതാണെങ്കിൽ, ഈ 95,000 രൂപ നഷ്ടം, 5,000 ലാഭം, ഇതാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഈ 5,000 നമ്മുടെ ലാഭം. ആ 5,000 നമ്മൾ പരലോകത്ത് കിട്ടും, 100% ഉറപ്പാണ്. ഈ ഒരു നേരത്തെ പറഞ്ഞ നീയത്തോടു കൂടിയാണ് നമ്മൾ കൊടുത്തതെങ്കിൽ 5,000 ലാഭം, 95,000 നഷ്ടം. അവിശ്വാസിക്ക് 95,000 ലാഭം, അതാണ് അവന് ചിന്തിക്കുക, 5,000 നഷ്ടം. പക്ഷേ ശരിക്കും സംഭവിക്കുന്നത് ഇതാണ്. ആ ഒരു നീയത്തോടു കൂടി കൊടുത്താൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാം സ്വീകരിക്കപ്പെടും. അപ്പോൾ കൊടുക്കുന്നവർക്കുണ്ടാകേണ്ട ഒരു സംഗതി ഇതാണ്, നമ്മുടെ മനസ്സിൽ ആ കണക്ക് പുസ്തകത്തിൽ നമ്മൾ വെക്കാൻ പാടില്ല. കൊടുക്കുന്നത്, കടം കൊടുക്കുകയാണെങ്കിൽ വെക്കണം, സൂക്ഷിക്കണം, എഴുതി വെക്കണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എഴുതി വെക്കണം, ഒരു സംശയമില്ല. സാക്ഷി ഉണ്ടാവണം. പക്ഷെ നമ്മൾ സ്വതക്കയായിട്ട്, നന്മയായിട്ട്, ഒരാൾക്കൊരു അമാൽ ഖൈരിയായിട്ട്, ഒരു സ്വതക്കയായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കണക്ക് നാളെ അവൻ എന്നെ കാണുമ്പോൾ ആ നന്ദി, താങ്ക്ഫുള്ളായിട്ട്, ഗ്രേറ്റ്ഫുള്ളായിട്ട് എൻ്റെ മുന്നിൽ അവന് പ്രത്യക്ഷപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതൊരു 100% പെർഫെക്റ്റ് ആയിട്ടുള്ള സ്വതക്കയാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാതും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.